ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ എന്ന ചിത്രത്തെയും മമ്മൂട്ടിയെയും പ്രശംസിച്ച് ബോളിവുഡ് താരം വിദ്യാ ബാലൻ. കാതലിൽ മമ്മൂട്ടി ചെയ്ത നായകവേഷം പോലെയൊരു കഥാപാത്രത്തെ ബോളിവുഡിലെ മുൻനിര താരങ്ങൾ, പ്രത്യേകിച്ച് ഗാന്മാർ അവതരിപ്പിക്കില്ലെന്ന് അവർ പറഞ്ഞു. അൺഫിൽറ്റേർഡ് വിത്ത് സാംദിഷ് എന്ന പോഡ്കാസ്റ്റ് ഷോയിലാണ് വിദ്യ ഇക്കാര്യം പറഞ്ഞത്. കാതൽ പോലൊന്ന് ബോളിവുഡിൽ നടക്കാൻ പ്രയാസമാണെന്നും വിദ്യാ ബാലൻ അഭിപ്രായപ്പെട്ടു. അഭ്യസ്തവിദ്യരായ പ്രേക്ഷകരാണ് കേരളത്തിലുള്ളതെന്ന കാര്യം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നുവെന്ന് വിദ്യാ ബാലൻ പറഞ്ഞു. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. കാതൽ എന്ന സിനിമ മമ്മൂട്ടി ചെയ്തത് കേരളത്തിൽ അങ്ങനെ ഒരു ചിത്രം ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമായതിനാലാവാം. അദ്ദേഹം ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ പ്രതിഫലനമാണത്. അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ തുറന്ന മനസ്സോടെ ഇരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവർ അവരുടെ അഭിനേതാക്കളെ, പ്രത്യേകിച്ച് പുരുഷ സൂപ്പർ താരങ്ങളെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ അദ്ദേഹം മുൻപോട്ട് പോയി ആ ചിത്രം ചെയ്തു എന്നത് കൂടുതൽ സ്വീകാര്യമാണെന്നും വിദ്യ അഭിപ്രായപ്പെട്ടു. കാതൽ എന്ന ചിത്രം കണ്ട ശേഷം മമ്മൂട്ടിക്ക് അഭിനന്ദനം അറിയിക്കാൻ താൻ ദുൽഖറിന് മെസ്സേജ് അയച്ചിരുന്നുവെന്ന് വിദ്യാ ബാലൻ പറഞ്ഞു. മലയാളത്തിലെ വലിയ താരങ്ങളിലൊരാൾ അഭിനയിച്ചു എന്നത് മാത്രമല്ല, ആ ചിത്രം നിർമ്മിക്കുകയും ചെയ്തു. ദൗർഭാഗ്യവശാൽ കാതൽ പോലൊരു സിനിമ ചെയ്യാൻ നമ്മുടെ ഹിന്ദി താരങ്ങൾക്കൊന്നും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല, വിദ്യ കൂട്ടിച്ചേർത്തു. ഈ പുതുതലമുറയിലെ ചില താരങ്ങൾ ഈ രീതികൾ തകർക്കുമെന്നും വിദ്യ അഭിപ്രായപ്പെട്ടു. ശുഭ് മംഗൾ സ്വാദ സാവധാൻ എന്ന ചിത്രത്തിലെ ആയുഷ്മാൻ ഖുറാനയുടെ കഥാപാത്രം വിദ്യാ ബാലൻ ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. 2023 പുറത്തിറങ്ങി പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ ചിത്രമാണ് കാതൽ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച ചിത്രം സ്വവർഗാനുരാഗത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. മാത്യു ദേവസി എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി എത്തിയത്. ജ്യോതികയായിരുന്നു ചിത്രത്തിലെ നായിക. ആദർശ് സുകുമാരനും പോൾസൺ സക്കറിയയും ചേർന്നാണ് തിരക്കഥ രചിച്ചത്. ചിത്രത്തിൽ മമ്മൂട്ടി ഒരു ഗേ കഥാപാത്രത്തെ ആയിരുന്നു അവതരിപ്പിച്ചത്.